ചാനൽ മച്ചാൻ ഗെയിംസ് H.0. ഇന്ന് നമ്മൾ മച്ചാൻ ഗെയിംസ് H.0യിൽ കളിക്കുന്നത് ബസ് മിലേറ്റർ ആണോ. നമ്മളെ എംബ്രോർ ചെറുക്കാൻ അവിടെ കിടപ്പുണ്ട് ഗായ്സ്. നമുക്കൊരു സ്കൂൾ ട്രിപ്പാണ്. നിങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് എടുക്കാനുള്ള ട്രിപ്പ് കണ്ടതാണ്. അപ്പം ഞാൻ അതിൻ്റെ സ്റ്റേഷനിൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി എത്തിയപ്പോഴേ അവർ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് വന്ന പിള്ളേരാണ്. അപ്പോൾ ഇവിടെ വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ് എടുക്കാൻ വന്നപ്പോൾ തന്നെയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് സീറ്റാക്കി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അങ്ങ് നിൽക്കുവാണ്. ബാംഗ്ലൂരാണ് നമ്മുടെ ട്രിപ്പ്. കുറച്ച് ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരാണ് നമ്മൾ ട്രിപ്പ്. അവിടെ നിന്നാണ് എടുത്തത്. കാരണം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പുണ്ട്. ചിറക്കം കെടുക്കുന്നുണ്ടാ ഗൈസ്. എന്താ സ്റ്റൈലാണ് നമ്മളെ ചിറകനെ നോക്കി ഗൈസ്. ഇവിടെ അത്രയ്ക്ക് ഞാനെന്നോട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ ശ്രമിക്കുക. അല്ല സോറി, അത്രയ്ക്ക് ഞാൻ എന്നിട്ട് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം ഗൈസ്. സൂപ്പറായിട്ട് ഒരു വേറെ ലെവലാണ് നമ്മളെ ചെറുക്കനെ നമ്മൾക്കൊരു KSRTCയുടെ അതിൽ നമ്മൾ കാണിച്ചായിരുന്നു. പിന്നെ ഇപ്പം എന്തുവാ KSRTC കാണിച്ചില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു വണ്ടി, അത് ഇവരാണ്. പിന്നെ ചെറിയൊരു ഷോർട്സൊക്കെ ഇവരെയൊക്കെ വെച്ച് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കണ്ടെന്ന് എല്ലാവരും വിജയിക്കുന്നു. അപ്പോൾ ഞാൻ ഒട്ടും വൈകിക്കാതെ വീഡിയോ ഇട്ട് കിടക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ട്രിപ്പ് എടുക്കാൻ. തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ തന്നെ കണ്ടു കാണും. അടുത്തെത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ട്രിപ്പ് എടുക്കേണ്ടത്. വാച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് എടുത്ത മാപ്പാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ അത്രയ്ക്ക് വലിയ കാര്യം കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യണം ഗൈസ്. ഗൈസ് പിന്നെ ഒരു കാര്യം, പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ കാണാൻ സാധ്യതയില്ല, എന്നാലും കാണണമെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് നേരെ ഇങ്ങോട്ടാണ് മാപ്പ് കാണിക്കുന്നത്. പോവാം ഗൈസ്. അപ്പം നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചാൽ നമ്മൾ ജെറ്റിന് ഇച്ചിരി കുറച്ച് പണിയായിട്ട് എടുക്കുകയാണ്. പക്ഷേ 2-3 ഷോട്ട്സിലൊക്കെ ഞാൻ ഇറക്കിയായിരുന്നു. എന്നാലും ഞാൻ ഉടനെ ഇറക്കും ഗൈസ്. ജെറ്റിനെ വെച്ച് വേറെ ഇറക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ ഉറപ്പായിട്ട്. നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച വണ്ടിയെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ഗൈസ്. അത് ആര് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച വണ്ടി നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല ഗൈസ്. ബിഗ് സല്യൂട്ട് ഗൈസ് ആ വണ്ടിക്ക്. നമ്മളൊരു സമയത്ത് ആ വണ്ടിയുടെ ഫുൾ വീഡിയോസ് തന്നെയാണ് നമ്മളെ ചെയ്തൊരു ഇവനും KSRTC കാര്യങ്ങളെല്ലാം ഈ മാപ്പ് ചെയ്യേണ്ട ഗൈസ്. സബ്സ്ക്രൈബ് 130 അടിക്കാറായി ഗൈസ്. 200 അടുത്ത ടാർഗറ്റ്. എന്തായാലും നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അടിക്കും. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഇത്ര കട്ടയും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് ഇടിച്ചാൽ ഗായ്സ്. വണ്ടി ഒരു ബ്രേക്ക് പിടിച്ചതാ. ഇവിടുന്ന് ഞാൻ ഈ പോസ്റ്റിൻ്റെ ഇവിടുന്ന് ഒരു ബ്രേക്ക് പിടിച്ചേ ഗൈസ്. കറങ്ങി വന്ന്
അതുകൊണ്ട് സ്കിഡ് അടിച്ച് ഇവിടെ നിന്ന് വണ്ടി. ഓ അപ്പം ബ്രേക്കിൽ ഇച്ചിരി അതെ. മൈ ഗോഡ് ഗൈസ്, നാശങ്ങൾ കൊണ്ട് ഇടിച്ചുണ്ടാവിന്. എന്താ നിന്റെ വണ്ടിയിൽ ബ്രേക്കൊന്നും ഇല്ല? ഇത് ഏത് വണ്ടി ഗൈസ്? മുമ്പിൽ വണ്ടി. അങ്ങനെ ഒരു വണ്ടി കളിയാക്കാൻ പാടില്ല, സോറി ഗൈസ്. പൊക്ക ഐഡിയ കൊണ്ടുവന്ന് ഇടിച്ചു ഗൈസ്. പുതിയ നമ്മളെ ഏത് വണ്ടിയാണ്? പുതിയൊരു നല്ല വണ്ടിയാണ് ഗൈസ്, ഇതെനിക്കറിയാം. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാറാണ് ഈ കാറ്. എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഗൈസ്. ഇവിടുന്ന് ഈ വണ്ടി വളച്ചെടുക്കണം. ഇങ്ങനെ റോഡും ബ്ലോക്കാക്കി നിൽക്കുക. സ്കിഡ് ഒരു വണ്ടി ബ്രേക്ക് പിടിച്ചോ, പക്ക ഇടിയായിപ്പോയി ഗൈസ്. പക്ക ഇടിയല്ല, പക്ക സ്കിഡ് ആയിപ്പോയി. ഇങ്ങനെ വണ്ടി ബ്രേക്ക് പിടിച്ച് ഇത്രയും ബ്ലോക്കുമായി ഗൈസ്. പോലീസ് ആംബുലൻസാണ് ഗൈസ് നമ്മളെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ മാറ്റി കൊടുക്കാതിരിക്കാൻ വയ്യ. വണ്ടി ഇടിച്ചാലും മാറ്റി കൊടുക്കണം ഗൈസ്, കാരണം മുമ്പിൽ ആംബുലൻസാണ്. വണ്ടിയൊക്കെ ഒന്ന് കുറച്ചിടിച്ചാൽ എന്തൊരു പ്രശ്നമില്ല. മുമ്പിൽ ആംബുലൻസാണ് നമ്മളെ നമുക്ക് മാറി കൊടുത്തത്. പോയിക്കോട്ടെ, അവരാ ബ്ലോക്ക് ആക്സിഡന്റ് എന്താണ് പ്രശ്നം ഉണ്ടായത് അവിടെ. എന്തായാലും നമുക്കത് നോക്കണ്ട, ആവശ്യമില്ല, നമുക്ക് പോവാം. ഇച്ചിരി ദൂരം പോയി എന്താറാവും കൈസ്. ഇത് ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് കൈസ്. സൗണ്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഫസ്റ്റ് അതിന് തന്നെ ഞാൻ മാറ്റി കൊടുക്കുകയാണ് കൈസ്. മൃഗങ്ങളെ വരുവാണെങ്കിൽ പേടിയാവും കൈസ്. എംബ്രോറിൻ്റെ ബാഡ് ബോയാണ് ഇരിക്കുന്നുള്ളത്. അവിടെ പോയത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞു ഗൈസ്. ഇപ്പോൾ ശശിയമ്മൻ്റെ മോളുടെ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് വന്ന് അന്നിൻ്റെ പിറ്റേന്ന് തന്നെ വേറൊരു ട്രിപ്പ് എടുത്ത് വണ്ടി പോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഊട്ടിയാണ് ഗൈസ് പോയത്. നാളെ പോയ വന്നതിന് ശേഷം ഡീറ്റെയിലായിട്ട് എന്തെങ്കിലും ഇടിയൊക്കെ കിട്ടിയാൽ നോക്കാം. അപ്പോൾ ചെറുക്കന്മാരാണ് കൊണ്ടുപോകുന്നത്. ഞാൻ കൊണ്ടുപോകുന്ന ഷെഡിൽ ഇടിയൊക്കെ എടുത്ത് ചെറുക്കന്മാരുണ്ട്. അവരെ ഞാൻ കൊണ്ടുപോട്ടെ പിള്ളേർ വരെ കാര്യം സാധിച്ചു. ഞാൻ അവിടെ എടുത്തോളം പറഞ്ഞു. വോയിസ് വൺ സ്കിഡാണ് അവൻ്റെ വണ്ടിയിലും ബ്രേക്കില്ലായിരുന്നു. എൻ്റെ വണ്ടി സുഖം എന്തായാലും പറ്റിയ ചെറുതായിട്ടൊന്ന് ജാമ്പ് കിട്ടിയില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പയ്യന്മാർക്ക് പറഞ്ഞാൽ മതി, അവന്മാരെന്തെങ്കിലും ഇതൊക്കെ സെറ്റ് ആകും. എന്തായാലും നമുക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ഇടി ഉണ്ടായാലും നമുക്ക് ചെയ്യാം.
എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ചേറ്റിയൊക്കെ എടുക്കാം. എന്തായാലും വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്മാരുടെ എനിക്ക് ഇടി കിട്ടും ഗൈസ്. നമ്മളിവിടെ ഇട്ടിടിക്കുന്നു, അവന്മാരവിടെ ഇട്ടിടിക്കുന്നു. എന്തായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇച്ചിരി ദൂരം പോയാൽ മതി. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ പോലൊരു സ്ഥലമാണ് നമ്മൾ ആ ഗ്രാമത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ പറഞ്ഞ് ഇപ്പോൾ ഇവർ പറഞ്ഞ് അത്രയും ദൂരം പോകണ്ട, ഒരു വീടിൻ്റെ മുമ്പുണ്ട് അവരുടെ ആരേണ്ട പഞ്ചുകാരുടെ വീട്, ഇവിടെ നിർത്തി കൊടുത്താൽ മതി. ഇവിടെ പോകണം. വീട് ഇതാണ് ഗൈസ്. ഇതാണ് ആ വീട്. സൈഡ് നിർത്തി നിർത്താം. ലിബിലിടാൻ സ്പേസ് ഉണ്ട്. ലിബിലിടാം. കറക്റ്റ് കയറി കിടക്കുക. കുഴപ്പമില്ല, വണ്ടികളൊക്കെ പോയിക്കോ. ഇതാണ് ഇവർ പറഞ്ഞ വീട് ഗൈസ്. ഇപ്പം നമ്മൾ പിള്ളേരൊക്കെ ഇറക്കിയിട്ടുണ്ട്, എല്ലാവരും ഇതുകൊണ്ട് കുതിർന്നു. അപ്പോൾ നമ്മളെ പണി ഇന്നത്തെ തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞെൻ്റെ മണ്ടത്തരമായിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.